2024 MBBSൻ്റെയും BDSൻ്റെയും ഓപ്ഷൻ രജിസ്ട്രേഷന് ക്ഷണിച്ചിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് കൺഫ്യൂഷൻസ് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം ഒരു ഉത്തരമാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക. ചെറിയ മിസ്റ്റേക്കുകൾ ഒരു പക്ഷേ നിങ്ങളുടെ വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കാം. 26-ാം തീയതിയാണ് അതിൻ്റെ അവസാന തീയതി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. 27-ാം തീയതി താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുകയും 29-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും 30 മുതൽ നിങ്ങൾക്ക് ഏകദേശം 5-ാം തീയതി 4 മണി വരെയുള്ള സമയത്ത് ഓൺലൈനായിട്ട് ഫീസ് അടച്ച് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട സമയവുമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതെല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓൾ ഇന്ത്യ ലെവൽ പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇപ്പോഴാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, പുതുതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്യാനും സാധിക്കില്ല. പുതിയ കോളേജുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ MBBS മാത്രം കൊടുത്തേക്കാം, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ BDSും കൂടെ ആഡ് ചെയ്യാം എന്നുള്ളൊരു നിഗമനത്തിലാണെങ്കിൽ അതൊരു തെറ്റായ നിഗമനമാണ്. സെക്കൻഡ് ഓപ്ഷനിൽ പുതിയ ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ റിസ്ക്കിൽ നിൽക്കരുത്. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്യുന്നതിനുള്ള അവസരം കേരളത്തിൽ കീം അതോറിറ്റി നൽകുന്നില്ല. അത് ഓൾ ഇന്ത്യ ലെവലിൽ അങ്ങനെയുണ്ട്. കേരളത്തിൽ അതോ അല്ലെങ്കിൽ ഫ്രീ എക്സിറ്റ് പോലെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാനും ശ്രമിക്കണം. അഡ്മിഷൻ കിട്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് അല്ലെങ്കിലും ഹയർ ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്കുള്ള കോളേജുകൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ മാറാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ സ്കോർ നോക്കുക, അതേപോലെ റാങ്ക് നോക്കുക. കിട്ടാൻ ചാൻസുള്ള കോളേജുകൾ കഴിഞ്ഞ വർഷത്തിനനുസരിച്ച് ഒരു ഡാറ്റ അനലൈസിങ് നടത്തുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നോക്കുക, അതേപോലെ തന്നെ റാങ്ക് നോക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ റാങ്കിന് എനിക്ക് ഗവൺമെൻറ് കോളേജ് കിട്ടുമെന്ന് ഉറപ്പില്ല MBBSന്, പക്ഷേ പ്രൈവറ്റ് കോളേജിൽ എനിക്ക് പഠിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം തീരുമാനിച്ചിരിക്കണം. അങ്ങനെ BDSന് പോകാനാണ് കുട്ടി തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ, ഗവൺമെൻറ് കോളേജ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ആ കുട്ടി ഒരു ഓപ്ഷൻ നൽകേണ്ടത് എങ്ങനെയാണ്? ഫസ്റ്റായിട്ട് അവർ ഗവൺമെൻറ് കോളേജുകൾ MBBS എല്ലാം നൽകുക. സെക്കൻഡ് ഓപ്ഷനായിട്ട് എന്ത് ചെയ്യുക, BDSൻ്റെ ഗവൺമെൻറ് കോളേജുകൾ നൽകുക. പിന്നീട് ആ കുട്ടിക്ക് പ്രൈവറ്റിൽ പോകാൻ സാധിക്കുമെങ്കിൽ അടുത്ത ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു കുട്ടി ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു, ഇതേ കുട്ടി തന്നെ ഫസ്റ്റ് ഗവൺമെൻറ് MBBS എല്ലാം നൽകി, പിന്നീട് പ്രൈവറ്റ് MBBS നൽകി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ കുട്ടിക്ക് പ്രൈവറ്റ് MBBSന് അലോട്ട്മെൻറ്റ് വന്നേക്കാം. ആ കുട്ടിക്ക് പോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ, ആ കുട്ടിക്ക് കോളേജിൽ പോകാൻ സാധിക്കില്ല, സാമ്പത്തികമായിട്ട് പോകാൻ സാധിക്കില്ലെങ്കിൽ അതിൻ്റെ താഴെ ആയിരിക്കും അവർ എന്ത് കൊടുത്തിട്ടുണ്ടാവുക, ഈ BDSൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതെല്ലാം ലാപ്സ് ആയിട്ട് പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയിരിക്കുന്നത് ആ കിട്ടിയതിൻ്റെ താഴേക്കുള്ളതെല്ലാം പോകും. അപ്പോൾ നിങ്ങൾക്ക് 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ 8ാമത്തെ ഓപ്ഷൻസാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 9ാമത്തെ ഓപ്ഷൻസ് പിന്നീട് കാണുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ള കോളേജ് എങ്ങനെയാണോ അതേപോലെ കൊടുക്കുക. ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഏറ്റവും നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള കോളേജ്, ചില ആളുകൾക്ക് സ്ഥലമായിരിക്കും, ചില ആൾക്ക് കോളേജായിരിക്കും, അതിൻ്റെ ലിസ്റ്റ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് മേക്ക് ചെയ്തതിന് ശേഷം വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ. ഓപ്ഷൻ രജിസ്ട്രേഷന് 5000 രൂപയാണ് ഫീസ് വരുന്നത്. ആ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ട്യൂഷൻ ഫീസിലേക്ക് വകയിരുത്തുകയും ഇല്ലാത്ത പൈസയാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. സർക്കാർ മെഡിക്കൽ കോളേജിലെ വാർഷിക ഫീസ് 23,150 രൂപയാണ് MBBSന്. BDSന് 20,840 രൂപയാണ്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളത് സ്വാശ്രയ മെഡിക്കൽ ഡെൻ്റൽ കോളേജുകളെ 2024-25 ഫീസ് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. ഇപ്പോൾ 2023-24 താൽക്കാലിക ഫീസാണ് അടക്കേണ്ടത്. ആ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 7,05,805 രൂപക്കും 8,44,551 രൂപക്കും ഇടയ്ക്കാണ് വരുന്നത്. അത് ആ പ്രോസ്പെക്സിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഓരോ കോളേജിലും ഫീസുകൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീസ് അടക്കാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അത്തരം കോളേജുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. പ്രൈവറ്റ് ഡെൻ്റൽ കോളേജുകളുടെ ഫീസ് എന്ന് പറയുന്നത് 3,30,940 രൂപയാണ്. ഇതിലാണ് 85% സീറ്റ് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുക. നല്ല രീതിയിൽ തന്നെ ഓപ്ഷൻസ് കൊടുക്കാനും ചെയ്യുക. കുറച്ച് കോളേജുകളേ ഉള്ളൂ നമുക്ക്, ഒരു 17-12 കോളേജുകളേ ഉള്ളൂ. അത്രയും കോളേജുകളിലേക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ പ്രൈവറ്റ് ആണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള കോളേജുകൾക്ക് നിങ്ങൾക്ക് മുൻഗണനാ ക്രമത്തിൽ കൊടുക്കുക. കിട്ടുമോ ഇല്ലെന്നോ നോക്കണ്ട, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എന്ത് ചെയ്യാം, മുൻഗണനാ ക്രമത്തിൽ കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.